രാവിലെ എഴുന്നേൽക്കാൻ എനിക്കിപ്പോൾ അലാം വേണ്ടാത്ത അവസ്ഥ ആയിട്ടുണ്ട് കേട്ടോ. ഇവരിപ്പോൾ പുലർച്ചെ തന്നെ എണീച്ചിരുന്ന് കളിക്കാൻ തുടങ്ങും. എൽജു പിന്നെ രാത്രി ഉറങ്ങാത്തോണ്ട് അവൻക്ക് പിന്നെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താണെന്നറിയില്ല എൽജു എപ്പോഴും രാത്രി കരച്ചിലാണ്. ഇന്ന് 3 പേരും ഒരുമിച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇവാന് സ്കൂളിൽ വിടാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ഇവാന് സ്കൂൾ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ഒന്നും അവൻ്റെ കാര്യങ്ങൾ ചെയ്തു വെക്കാനില്ലാത്തത് എന്തൊരു ഭാഗ്യമാണെന്നറിയോ. രാവിലെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ സ്കൂളിൽ പോകട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് ഞാൻ ഇവർക്ക് കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ധാന്യക്കൂട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാമായിട്ടിരിക്കുന്നതൊന്നും നോക്കണ്ട കേട്ടോ. ഈ ഫുഡൊന്ന് കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധം തന്നെ വീട്ടിലെല്ലാവരും കൂടെ നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേരെ എങ്ങനെയെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലത്തെ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ എനിക്കിപ്പോൾ തോന്നാറുള്ളത്. അങ്ങനെ അവരെ കുളിപ്പിച്ച് ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. ടോയ്സൊക്കെ വലിച്ച് വാരിയിട്ടതൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിള്ളേർ എണീച്ചു കേട്ടോ. അവർക്കിന്ന് ലഞ്ചിന് ചോറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മോരുകറി കൂട്ടിയിട്ട് കൊടുത്ത്. ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യായിരുന്നു. എൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞിട്ടുണ്ട്. എനിക്കെന്താണെന്നറിയില്ല കഫക്കെട്ട് പോലെ ഭയങ്കര തലവേദന പോലെയൊക്കെ. പിന്നെ 2 എണ്ണം നീന്തിപ്പോയി പെറുക്കി തിന്നലായപ്പോൾ ഞങ്ങൾ സൈ കെട്ടിട്ട് വാക്കർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേരും 2 വഴിക്ക് ഓടുന്നതുകൊണ്ട് വേറൊരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.